ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഡോഗ്സിൻ്റെ എയർ ഡ്രോപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നാളെ ഇവരുടെ ടോക്കൺ ലിസ്റ്റ് ആവാനായിട്ട് പോവുകയാണ്. ലോകത്തിലെ ഒട്ടുമിക്ക എല്ലാവിധ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ന് പുലർച്ചെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ടെലഗ്രാമിൻ്റെ CEO ആയിട്ടുള്ള പവേൽ ദുരോവ് ഫ്രാൻസിൽ അറസ്റ്റിലായിട്ടുണ്ട് എന്നത്. സോ തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസ് നമ്മുടെ എയർ ഡ്രോപ്പിനെ ബാധിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു സംഭവത്തിനെ കുറിച്ചാണ്. പവേൽ ദുരോവിൻ്റെ ഈ ഒരു അറസ്റ്റ് നമ്മുടെ ഡോഗ്സ് എയർ ഡ്രോപ്പിനെ എങ്ങനെയാണ് ബാധിക്കുക, അതുപോലെ തന്നെ എന്തായിരിക്കും ഈ ഒരു ടോൺ എക്കോസിസ്റ്റത്തിൻ്റെ ഫ്യൂച്ചർ എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ നമ്മൾ ടെലഗ്രാമിലായിരിക്കും ഇടുന്നത്. അതുകൊണ്ട് തന്നെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെലഗ്രാമിൻ്റെ പ്രൈവസി ഇഷ്യൂസ് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇപ്പം ഫ്രാൻസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ടെലഗ്രാമിലൂടെ കൈമാറിയ കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റ്സ് ചോദിച്ചപ്പം ഇദ്ദേഹം കൊടുക്കാനായിട്ട് വിസമ്മതിച്ചു. അതുകൊണ്ടാണ് അറസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നത് എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ മറ്റ് ഒട്ടനവധി കാരണങ്ങളും കൂടെ വരുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം അത് നമ്മുടെ വിഷയമല്ല. അതുപോലെ തന്നെ ഇപ്പം അദ്ദേഹത്തിന് മേലെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് 20 വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ളൊരു കുറ്റമാണ് അദ്ദേഹത്തിന് മേലെ ചാർത്തിരിക്കുന്നതാണ് അറിയാനായിട്ട് പറ്റുന്നത്. സോ തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കും എന്ന് തുടങ്ങിയ കുറച്ച് ന്യൂസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഡോഗ്സ് എയർ ഡ്രോപ്പിൻ്റെ ഇത് നല്ല രീതിയിൽ ബാധിക്കാനായിട്ട് പോകുന്നില്ല. കാരണം ഈ ഒരു ന്യൂസ് വന്ന ഉടനെ തന്നെ ടോൺ എക്കോസിസ്റ്റത്തിലുള്ള എല്ലാ പ്രൊജക്റ്റുകളും അത്യാവശ്യം നല്ല രീതിയിൽ ഡംപായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എടുത്ത് നോക്കിയിട്ട് കാണാനായിട്ട് പറ്റും. ടോണൊക്കെ $7 അടുപ്പിച്ച് ട്രേഡ് ആയിക്കൊണ്ടിരുന്നായിരുന്നു. ഏകദേശം ഒരു 5.6 ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ നോട്ട് കോയിൻ ഒറ്റ ദിവസം കൊണ്ട് 20% ഇടിഞ്ഞിട്ടുള്ളത്. അപ്പം ടോൺ എക്കോസിസ്റ്റത്തിൽ വരുന്ന പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഒരു ഡോഗ്സും. അതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാട്ടും കുറച്ച് താഴെയാവാനുള്ള ഒരു പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. അതിൻ്റെ ആ ഒരു ടൈമിംഗ് ആണ് വളരെയധികം രസകരമായി പോയത്. നമ്മളെല്ലാവരും എയർ ഡ്രോപ്പിന് കാത്തു നിൽക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സാരമില്ല, നമുക്ക് എന്തായാലും നോക്കാം ഇനി എങ്ങനെയാണ് ഈ ഒരു കേസിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ പ്രോഗ്രസ് എന്ന്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് എന്തെങ്കിലും ന്യൂസ് വരുവാണെങ്കിൽ നമുക്കതൊരു ബെനിഫിറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഡോഗ്സിൻ്റെ പ്രീ മാർക്കറ്റിലും അത്യാവശ്യം നല്ല രീതിയിൽ ഡംപ് വന്നിട്ടുണ്ട്. സോ സ്വാഭാവികമാണ്, ടോണിൽ വരുന്ന പ്രൊജക്റ്റാണ്. ടോണിൻ്റെ CEO അറസ്റ്റിലായതും കൊണ്ട് തന്നെ എല്ലാ പ്രൊജക്റ്റുകളും ഡംപായിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രതീക്ഷ നൽകുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഡോഗ്സ് എക്സ്ചേഞ്ചുകളിലേക്ക് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈനാൻസ് അതുപോലെ തന്നെ ബൈബിറ്റ്, ബിറ്റ്ഗെറ്റിലേക്കൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറേ അധികം ആളുകൾ ബിറ്റ്ഗെറ്റിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈനാൻസിൽ ഏറ്റവും ആദ്യം വിഡ്രോ ചെയ്ത ആളുകൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ആദ്യം വിഡ്രോ അടിച്ചിട്ടുള്ള കുറേ അധികം ആളുകൾക്ക് അഡീഷണൽ ആയിട്ട് 20,000 ഡോഗ്സ് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. വളരെ ചെറിയ എമൗണ്ട് 5,000, 6,000 ഒക്കെ വിഡ്രോ ചെയ്ത ആളുകൾക്കും 25,000, 26,000 ആയി കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു കാര്യം വളരെയധികം സന്തോഷം ഉളവാക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പവേൽ ദുരോവിൻ്റെ അറസ്റ്റിനെ സംബന്ധിച്ച് കുറേയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയാനായിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അറസ്റ്റ് നടന്നതിൽ പിന്നെ ലോകത്തിലെ ഏറ്റവും പണക്കാരിൽ ഒരാളായിട്ടുള്ള, അതുപോലെ തന്നെ ക്രിപ്റ്റോനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ടുള്ള എലോൺ മസ്ക് പവേൽ ദുരോവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രീ സ്പീച്ചും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പവേൽ ദുരോവിനെയും സപ്പോർട്ട് ചെയ്തിട്ട് എലോൺ മസ്ക് കുറേയധികം ട്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എലോൺ മസ്കിന് നമ്മുടെ ഈ ഒരു ഹോൾ ക്രിപ്റ്റോ മാർക്കറ്റിൽ നല്ല പിടിയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ട്വീറ്റിന് പോലും പല പ്രൊജക്റ്റുകളും നല്ല രീതിയിൽ പമ്പാവാനും അതുപോലെ തന്നെ ഡംപാവാനും സഹായിക്കുന്നതാണ്. ഓൾറെഡി ക്രിപ്റ്റോയിലുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണിത്. എലോൺ മസ്ക് മാത്രമല്ല, എൽ സാവദോറിൻ്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ എതേറിയത്തിൻ്റെ ഫൗണ്ടറായിട്ടുള്ള വിറ്റാലിക്കും പവേൽ ദുരോവിനെ സപ്പോർട്ട് ചെയ്തും കൊണ്ട് ട്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്.
ഇപ്പം നമ്മൾ ട്വിറ്ററിൽ എവിടെ നോക്കുവാണെങ്കിലും ഫുള്ള് ഫ്രീ ദുരോവ് എന്ന് പറഞ്ഞിട്ടുള്ള ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെയാണ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്കം തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാനായിട്ട് പറ്റിയില്ല എങ്കിൽ കൂടിയും ആ ഒരു പുറത്തിറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു നമ്മുടെ ഡോഗ്സിലൊരു പമ്പും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ടോൺ എക്കോസിസ്റ്റത്തിൽ കുറേയധികം എയർ ഡ്രോപ്പുകളിലും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാവിയും തീർച്ചയായിട്ടും നമ്മുടെ പവേൽ ദുരോവിൻ്റെ കേസിനെയൊക്കെ കുറേയധികം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നമുക്ക് തീർച്ചയായിട്ടും കാത്തിരിക്കാം എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന്. എന്തായാലും ലിസ്റ്റിങ്ങും കാര്യങ്ങളും ഒന്നും ഇനി മാറ്റാനായിട്ട് പോകുന്നില്ല എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും നാളെ തന്നെ ലിസ്റ്റിംഗ് നടക്കുന്നതായിരിക്കും. പക്ഷേ ലിസ്റ്റിംഗ് നടക്കുന്നത് ടോൺ എക്കോസിസ്റ്റത്തിന് മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബുള്ള സമയത്തല്ല എന്നത് വളരെ സങ്കടകരമാണ്. സാരമില്ല, എന്തായാലും നല്ല രീതിയിൽ ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നിങ്ങൾ ഫസ്റ്റ് തന്നെ സെല്ല് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടട്ടെ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.